വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഓർമ്മിക്കുക, നമ്മുടെ ഗുരുവും നാഥനുമായ യേശുക്രിസ്തു സമ്പൂർണ്ണ സമർപ്പണമെടുത്തതാണ് നാം ഇന്ന് ദൈവമക്കളായി തീർന്നത്. ആ സമർപ്പണമാണ് യേശുക്രിസ്തു ഗാഗുൽത്തായിൽ ചെയ്തത്. പിതാവിന്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു. തന്നെ തന്നെ ക്രൂശിൽ സമർപ്പിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം മനുഷ്യകുലത്തിന്റെ പാപം മുഴുവൻ ചുമക്കുക എന്നുള്ളത് താങ്ങാനാവാത്ത ഒന്നായിരുന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഇതാണ് പൂർണ്ണ സമർപ്പണം. ഇതിലൂടെയാണ് പൂർണ്ണ സൗഭാഗ്യം ലഭിക്കുന്നത്. വിശുദ്ധരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. പൂർണ്ണ സമർപ്പണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ക്ലേശങ്ങളും വഴി പൂർണ്ണ സൗഭാഗ്യം അനുഭവിച്ചവരും ഇന്നും ജീവിക്കുന്നവരുമായി വിശുദ്ധർ മാറിയിരിക്കുന്നു. നമുക്കും ഈ ചിന്തയിലൂടെ ജീവിക്കുവാനും നിത്യമായി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.